പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സ്നേഹിതരെ, സെപ്റ്റംബർ 8 മാതാവിൻ്റെ പിറവി തിരുനാൾ. ക്രിസ്മസ് യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ഡിസംബർ 25. മേരിമസ് മാതാവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 8. ഇന്ന് വായിക്കാനുള്ള പ്രത്യേക സുവിശേഷ ഭാഗം വംശാവലിയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായും വിശുദ്ധ ലൂക്കായും വംശാവലി നൽകുന്നുണ്ട്. മത്തായി 1:1 അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അവരോഹണക്രമത്തിൽ താഴേക്കിങ്ങനെ ഇറങ്ങി വന്ന് അവസാനം യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു എന്ന് ആദ്യ വാചകത്തിൽ സൂചിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. മറുഭാഗത്ത് വിശുദ്ധ ലൂക്ക വംശാവലി വിവരിക്കുമ്പോൾ അവരോഹണക്രമത്തിൽ മത്തായി ശ്ലീഹ ആരംഭിച്ചെങ്കിൽ ആരോഹണക്രമത്തിലാണ് വിശുദ്ധ ലൂക്ക നൽകുന്നത്. അവസാനം ആടം ദൈവത്തിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ തിരുനാൾ ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളത്, വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ലേഖനഭാഗമായിട്ട് വായിക്കുന്നത്. അതിൽ ആദ്യത്തെ വാചകം തന്നെ സ്വർഗത്തിൽ വലിയൊരു അടയാളം പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. സ്വന്തമായി രചിച്ച് ഈണമിട്ട് ഫാദർ ഷാജി തുമ്പച്ചിറയിൽ പുറത്തിറക്കിയ മരിയൻ എന്ന കാസറ്റിലെ ഒരു ഗാനശകലം ഇതാണ്. 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ, സൂര്യനെ വസ്ത്രമാക്കിയിടുമ്പോഴും സൂര്യനേക്കാൾ നീ തേജസ്വിനി. സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ട് കൊരുത്തുണ്ടാക്കിയ സാരി വാരിച്ചുറ്റിയ ഒരു നാരിമണി. വില്യം വേഡ്സ്വർത്ത് മാതാവിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ദ സോളിറ്ററി ബോസ്റ്റ് ഓഫ് അവർ ടൈൻഡഡ് ഹ്യൂമൻ നേച്ചർ. പാപഭംഗിതമായ മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാനം. മറ്റെല്ലാവരും ഉത്ഭവഭാവത്തോട് ജനിക്കുമ്പോൾ മാതാവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആരംഭവും ഈ ലോക ജീവിതത്തിൻ്റെ അവസാനവും ഓരോ പ്രത്യേക അത്ഭുതത്താൽ അലങ്കൃതമാണ്. ജനനം സൺറൈസ് ആൻഡ് സൺസെറ്റ് പോലെ, ഉദയം. മാതാവിൻ്റെ ഉദയം വ്യക്തമാക്കുന്നു. അത് അമരോത്ഭവത്തിൻ്റെ ശോഭയാൽ അലങ്കൃതമാണ്. ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം സ്വർഗാരോപണത്തിൻ്റെ മഹത്വത്താൽ അലങ്കൃതമാണ്. മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ഓർക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഒരു വീട്ടിൽ 3 വ്യക്തികളുണ്ടായിരുന്നു. ഒന്ന് കുടുംബനാഥനായ യോവാക്യം, 2 കുടുംബനാഥയായ അന്ന. അവരുടെ തിരുനാൾ വരുന്നത് ജൂലൈ 26-നാണ്. പരിശുദ്ധ കന്യകാമറിയം 3-ാമത്തെ വ്യക്തി. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു വീട്ടിൽ 3 വിശുദ്ധരുണ്ടായിരുന്നു. ഒന്ന് വിശുദ്ധ ലൂയി മാർട്ടിൻ കുടുംബനാഥൻ, 2 സെയിലിൻ മാർട്ടിൻ കുടുംബനാഥ, 3 വിശുദ്ധ കൊച്ചുരഹസ്യ ലിറ്റിൽ ഫ്ലവർ. അവർക്ക് 5 മക്കൾ ജനിച്ചിരുന്നു. 5 മക്കളും സന്യാസിനികളായി. അതിലൊരാൾ വിശുദ്ധയായി. ഇനിയും ആ കുടുംബത്തിൽ നിന്ന് വിശുദ്ധരാകാനായിട്ടുള്ള വിവിധ പടികളിലൂടെ അവർ നടന്നു പോകുന്നുണ്ട്. നാമകരണം നടന്നു പോകുന്നുണ്ട്.
വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ളത്, അമ്മേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, നീ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങളെ നോക്കി കണ്ട് ഞങ്ങളുടെ സന്തോഷങ്ങൾ നീ പങ്കുപറ്റുന്നു. ഞങ്ങളുടെ കുടുംബത്തിലും നീ ഒരംഗമായി വരണം. എല്ലാ വീടുകളിലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക്, പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്ത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ജപമാല ജപിക്കുന്ന പതിവിൽ മാതാവിനെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് നാം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കുടുംബജീവിതത്തിൽ നമുക്ക് മക്കൾക്ക് മാതൃകയായി നൽകാൻ സാധിക്കണം. മാതൃകയായി നൽകി അവരോടൊപ്പം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ ലീവ്സ് ടുഗദർ. ഒരു ഒറ്റ കുടുംബമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥ എന്ത് ചെയ്യുന്നു, കുടുംബനാഥൻ എന്ത് ചെയ്യുന്നു, മക്കളെന്ത് ചെയ്യുന്നു, ഇത് മാതൃകയാക്കി കൊണ്ടുവരുന്ന പേരക്കുട്ടികൾ എന്ത് ചെയ്യുന്നു. ഈ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. കാരണം കുരിശിൽ നിന്ന് അന്ന് ഈ സ്വരം ഞാൻ കേട്ടു, ഇതാണ് നിൻ്റെ അമ്മ. പ്രാണപിളയാൽ പിടയുന്ന നേരത്ത് അന്ത്യസമ്മാനമായി എനിക്ക് നൽകി യേശു. തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി തന്നു. അതുകൊണ്ട് നമുക്ക് രണ്ടമ്മമാരുണ്ട് ഈ ലോകത്തിൽ. ഒന്ന് ശാരീരിക ജനനം നൽകുന്ന അമ്മ, തൻ്റെ സ്വർഗീയ ജനനം നൽകുന്ന പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുവാൻ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ശില്പി എന്നറിയപ്പെടുന്ന മൈക്കലാഞ്ചലോ യേശുവിൻ്റെ മൃതമായ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നത് വർണ്ണിക്കുന്നുണ്ട്. അത് ഒരു ശില്പമായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ദപ്പിയത്ത, ദപ്പിറ്റി എന്നർത്ഥം വരുന്ന, ദയ എന്നർത്ഥം വരുന്ന പിയത്ത. അതിൽ ജ്ഞാനപീഠ ജേതാവായ ONV കുറിപ്പ് പറയുന്നത്, ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജഡം താഴെയൊരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്ന ഒരമ്മ, തൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം. ഒരു വെള്ളിപ്പൂവിൻ ചോണരേഖകൾ പോലെ തിരിശോണിതം വാർന്ന പാടുകൾ ഉടലാകെ, താരാ നീ ഇവരോട് പൊറുക്കണേ എന്ന് പാതികൂമ്പിയ കൺകളിപ്പോഴും പ്രാർത്ഥിക്കുന്നു. തന്നിൽ നിന്നടർന്ന ഒരു മുത്തിന് ആരോ കുത്തി നെഞ്ചകം പിളർന്ന ഒരു മുത്തിന് വീണ്ടും തൻ്റെ അംഗത്തിൽ എതിരേൽക്കുന്ന ഒരു പാഴ്ചപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മയിരിക്കൂ. കരയുവാൻ കണ്ണുനീരില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വിങ്ങും പുലർത്താപം പോലെ അമ്മയിരിപ്പു. ഈ അമ്മ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. എന്നമ്മയെ ഞാൻ ഓർക്കുമ്പോൾ മാതാവേ, നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എൻ്റെ അമ്മ മരിച്ചുപോയി. നിങ്ങൾക്ക് അമ്മമാരുണ്ട്, പലരുടെ അമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് ദൈവാനുഗ്രഹം. മരിച്ചുപോയി അവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവാനുഗ്രഹം. അതുകൊണ്ട് മാതാവിൻ്റെ ജീവിതാനുഭവം, there is no crown without cross. കുരിശില്ലാതെ കിരീടമില്ല. മാതാവ് കുരിശുകൾ സഹിച്ചുകൊണ്ട് കിരീടത്തിന് അർഹയായി തീർന്ന വ്യക്തിയാണ്. ജനന തിരുനാളിൻ്റെ, അമ്മയുടെ ജനന തിരുനാളിൻ്റെ, മേരി മെസ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.